ഇതൊരു ഷോളാണേ. പട്ടിൻ്റെ ടേപ്പാണ്, ടിഷ്യൂ ടേപ്പാണ്. അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാ എൻ്റെ അത്രയും തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതാ അലമാരിൽ ഒരു 2-3 വർഷമായിട്ട് സുരക്ഷിതമായിട്ട് ഉറക്കത്തിലായിരുന്നു. അപ്പം അവനെ നമുക്ക് ഉണർത്തി നല്ലൊരു ടോപ്പ് തയ്ക്കാം. എന്തായാലും ഓണത്തിനൊക്കെ നമുക്ക് എന്താ പറയുക, സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഈ ടോപ്പ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഷേപ്പായിട്ടും നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആ വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ഫുൾ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ മോൾ ഭാഗം, ഫ്രണ്ടിലെ മോൾ ഭാഗം മാത്രം നമ്മൾ അങ്ങനെയാണ് തയ്ച്ചേക്കുന്നത്. താഴ്ഭാഗം സാധാരണ ചുരിദാറിൻ്റെ പോലെ അങ്ങനെ 2 ഭാഗമായിട്ടാണ് ഉള്ളത്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളിത് വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് മടക്കിയിടുന്ന ഭാഗത്തുനിന്ന് 4 ഇഞ്ച് വീതിയിൽ നമ്മൾ ടക്ക് കൊടുക്കുന്നുണ്ട്. മുകളിലോട്ടും 4 ഇഞ്ച്. എന്നിട്ട് ഇതിൻ്റെ വീതി വരുന്നത്, ഒരു സ്കൂപത്തിൻ്റെ വീതി വരുന്നത് 1 ഇഞ്ച്, ഇപ്പുറത്തും 1 ഇഞ്ച്. ആ ഓരോ ഇഞ്ച് നമ്മൾ പോയത് നമ്മളിവിടെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പിടുത്തമായിരിക്കും. പിന്നീട് നമുക്ക് ഒന്ന് അഴിച്ചു വിടാനായിട്ടുള്ള ഒരു ഏരിയ കിട്ടത്തില്ല. അതുകൊണ്ടിട്ട് അതുപോലെ തന്നെ ഒരു ടക്ക് നമ്മൾ കൈക്കുഴിയുടെ അവിടെ കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ അവിടെ നമ്മളൊന്ന് മടക്കി വെച്ചിട്ട്, അതായത് നമ്മുടെ കറക്റ്റ് പകുതി വരുന്ന ഭാഗം മടക്കി നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു നമ്മുടെ മറ്റേ എന്താ പറയുക, ടക്കിലേക്ക് വരുന്ന രീതിയിൽ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മടക്കി തയ്ക്കുകയല്ല ചെയ്യുന്നത്. സാധാരണ ബ്ലൗസിനൊക്കെ തയ്ക്കുന്ന പോലെ മടക്കി തയ്ക്കുകയല്ല ചെയ്യുന്നത്, വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം തുണി വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു ടോപ്പ് നോർമലി വെട്ടുന്നത് എങ്ങനെയാണോ അതുപോലെ വരച്ച് വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് വെട്ടുകയാണെങ്കിൽ നമുക്ക് അധികം തുണി വേസ്റ്റായി പോകത്തില്ല. കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ മെയിൻ തുണിയിൽ, ഇപ്പം നമ്മൾ ഇത്രയും നേരം വെട്ടിയത് ലൈനിങ്ങിലാണ്. ഇനിയിപ്പോൾ മെയിൻ തുണിയിൽ നമ്മൾ അതേപോലെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെട്ടി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫുള്ള് 4 പീസ് ഓരോത്തിൻ്റെയും ഒരെണ്ണത്തിൻ്റെ 2 പീസ് വെച്ച് വേണം. അങ്ങനെ മൊത്തം 4 പീസ് നമ്മൾ ഇവിടുന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമലി തന്നെയാണ്, പക്ഷെ നമ്മൾ അവിടെയും ടക്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മടക്കി തയ്ക്കുന്ന മാത്രമേ ഉള്ളൂ ആ ടക്ക്. അത് ഞാൻ കാണിച്ചു തരാമേ. അങ്ങനെ താഴ്വശം നമ്മൾ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് ഭാഗമായിട്ടാണ് ഉള്ളത്. മേളിൽ ഉള്ള ഭാഗത്തും 4 പീസുണ്ട്, താഴത്തുള്ള ഭാഗത്ത് ഒറ്റ പീസ്. അങ്ങനെ പല പീസുകളായിട്ടാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമോ എന്നറിയില്ല ഞാൻ പറയുമ്പോൾ, പക്ഷെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. ഇനി നമ്മൾ ലൈനിങ്ങും ആ ഒരു മെയിൻ ക്ലോത്തും കൂടെ തയ്ച്ച് നീറ്റായിട്ട് തയ്ച്ച് വെക്കണം. ആ 4 പീസ് നല്ല വൃത്തിയായിട്ട് തയ്ച്ച് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ മറ്റേത് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കഴുത്ത് വരുന്ന ഭാഗമാണ്. ആ വലിയ ഭാഗം നമ്മുടെ കഴുത്ത് വരുന്ന ഭാഗമാണ്. ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിങ്ങനെ വെച്ച് കൊടുക്കണം. നല്ല വശവും കൂടെ ചേർത്തിട്ട് നമ്മൾ കറക്റ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഫോട്ടോ, ഞാൻ അങ്ങനെ ആയിരുന്നു, ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചു. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചു. എന്നിട്ടാണ് കട്ട് ചെയ്ത് തുടങ്ങിയത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് വെച്ച് നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് അതിങ്ങനെ വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരും. പക്ഷെ തയ്ച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏറ്റവും പെർഫെക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ അത്രയും നമ്മൾ ദേഹത്തിട്ടിട്ട് തയ്ച്ചതുപോലത്തെ രീതിയിൽ കിടക്കുകയും ചെയ്യും. നമ്മൾ ഇടുമ്പോൾ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളാണ്. നമുക്ക് കൈ പൊക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. ഈ കഴുത്തിറങ്ങി പോവുക, അതുപോലെ തന്നെ ബാക്കിലേക്ക് പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചില ഡ്രസ്സ് നല്ല ഷേപ്പായിട്ട് ആൾക്കാർ തയ്ക്കും, പക്ഷെ നമ്മൾ ചാക്കിനകത്ത് കുറേ സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചതുപോലെ എല്ലാം കൂടെ അമുങ്ങി പിളങ്ങിയിരിക്കും. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ, അങ്ങനെ ഇരിക്കും. ആ ഒരു അവസ്ഥയൊന്നും ഇങ്ങനെ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ ഉണ്ടാവത്തില്ല.
അതുപോലെ തന്നെ കഴുത്തിങ്ങനെ മലന്നു പോവുക, നമ്മുടെ ഇന്നർ കാണുക, അങ്ങനെയുള്ള സീനുകളൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എന്താ പറയുക, ഇച്ചിരി വൈഡായിട്ടുള്ള നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഞാനത് തയ്ച്ചിട്ടുണ്ട്, എല്ലാം ചേർത്ത് തയ്ച്ചു. എന്നിട്ട് അവിടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം. നമ്മൾ ചേർത്ത് തയ്ച്ചതിന് ശേഷം ചെറിയ ചെറിയ നമ്മൾ കഴുത്തിന് അടിച്ചു മറിക്കുമ്പോൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആ പ്രസ്സിങ് സ്റ്റിച്ചിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങനെ കൊടുത്തു. വൃത്തികളൊന്നുമില്ല, രസമായിട്ട് കിടപ്പുണ്ട്. ഒരു സ്റ്റിച്ച് ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കൊടുത്തതിന് ശേഷമാണ് ആലോചിച്ചത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് വെച്ച് വൃത്തിയിടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിടക്കും. നിങ്ങൾക്ക് ലാസ്റ്റ് അത് തയ്ച്ച് ഇട്ടിട്ടുള്ള ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിടപ്പുണ്ട്. നല്ല നമ്മൾ ഇടുന്ന ഇന്നർ നമ്മുടെ കറക്റ്റ് അളവായിട്ടുള്ളതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അളവെടുക്കുന്ന സമയത്തും നമ്മൾ കറക്റ്റ് അളവിലുള്ള ഇന്നർ ഇട്ടിട്ട് വേണം അളവെടുക്കാനായിട്ട്. അതായത് നമ്മുടെ ബ്രസ്റ്റ് വരുന്ന അവിടം വരെ ഉള്ള അളവെടുക്കണം. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തിൻ്റെയും വീതി അളവെടുക്കണം. എന്നിട്ട് വേണം ആ ടക്ക് കൊടുക്കാനായിട്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ ഒരുവിധം അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല ഇത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ ഇത് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടില്ല, കാരണം ഇത് അത്യാവശ്യം എന്താ പറയുക, നിഴലടിക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തുണിയാണ്. ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ വൈറ്റ് കളറിലെ ക്യാൻവാസ് വെക്കുമ്പോൾ വൃത്തികേടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ലൈനിങ്ങിൻ്റെ പീസ് കുറച്ച് കട്ടിയായിട്ട് കട്ട് ചെയ്ത് 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇച്ചിരി ക്യാൻവാസ് പോലെ തന്നെ ഇച്ചിരി കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ പറയുക, മുട്ടുസൂചിയൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പൈപ്പിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, സിമ്പിളായിട്ടുള്ള നെക്കാണ് കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു നെക്കാണിത്, അതായത് ബോട്ട് നെക്കാണ്. 3.5 ഇഞ്ച് വീതി, 3.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ മടക്കിയിട്ടിട്ടാണ് 7 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മെഷീൻ ചെറുതായിട്ടൊന്ന് പണിയുന്നു. അപ്പം നമ്മൾ മറ്റേ വണ്ടി നന്നാക്കാൻ അറിയാത്തവരും വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോണറ്റ് പൊക്കി നോക്കൂലേ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ. ഒന്നും അറിയാൻ പാടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചൊന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ. ഞങ്ങൾ ചെയ്താണല്ലോ നമ്മൾ മെക്കാനിക്കും കൂടെ ആവുന്നത്. അപ്പോൾ അകത്ത് ഇങ്ങനെ നൂല് ഉരുങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കി. ഇനി താഴത്തെ പാർട്ടും നമ്മുടെ മുകളിലത്തെ പാർട്ടും കൂടെ ഒന്ന് ചേർത്ത് ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ പണി കംപ്ലീറ്റ് ആവും. അങ്ങനെ ഫ്രണ്ട് പോർഷൻ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് തയ്ക്കേണ്ടത്. കണ്ടോ, അത്യാവശ്യം നിഴലടിക്കുന്നുണ്ട്. നമ്മൾ അടിയിൽ എന്തെങ്കിലും ഇടേണ്ടി വരും, ഷെമ്മീസ് പോലെ ഇടേണ്ടി വരും. ബാക്കിൽ ഇതുപോലെ ടക്ക് ഇടുന്നുണ്ട്. അതും സിമ്പിളായിട്ടുള്ള ടക്കാണ്. ജസ്റ്റ് ഇതുപോലെ ടക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ അളവും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഇത് മാത്രമേ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെ കുറച്ച് വൈഡായിട്ടുള്ള നെക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഇന്നർ, അതായത് ബ്രാഡ സ്ട്രാപ്പ് ഇങ്ങനെ വെളിയിലേക്ക് വരുന്നൊരു സീനുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം തയ്ച്ചു വെച്ചതാണ്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത്രയും വൈഡായിട്ടുള്ള നെക്കാണെങ്കിൽ പോലും നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈഡിലാണേലും നമ്മുടെ കൈക്കുഴിയുടെ വശത്താണെങ്കിലും കറക്റ്റായിട്ട് തയ്ച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോഴാണേലും ഇതിങ്ങനെ പൊങ്ങി വരിക, ഇതുണ്ട ഇങ്ങനെ പൊങ്ങി വരുന്നില്ല. അതുപോലെ തന്നെ ഈ ബ്രാ ഇങ്ങനെ
പ്രാഡ സ്ട്രാപ്പ് ഇങ്ങനെ പുറത്തോട്ട് വരുന്ന അങ്ങനെയുള്ള സീനുകളൊന്നും ഈ ഡ്രസ്സിനില്ല. എന്നാലും ഞാൻ അതൊന്ന് തയ്ച്ച് വെച്ചിരുന്നതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഒരു പരീക്ഷണം പോലെ കിടക്കട്ടെ. അടുത്ത നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സ് കുറച്ചുകൂടെ വൈഡ് നെക്ക് നമുക്ക് വരുത്തുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മാത്രം ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാവേ. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇതിനകത്ത് ഇങ്ങനെ ഇപ്പം ഇച്ചിരി കാണിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് എൻ്റെ കണ്ണിൽ തന്നെ അടിച്ചു കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ വാങ്ങിച്ചിട്ട്, നമ്മൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കൊള്ളാട്ടോ, നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോയൊക്കെ ഇട്ടേക്കാം. ലിങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഫേസ് സിറം യൂസ് ചെയ്യാം. ഇത് സെലസിക് ആസിഡിൻ്റെ ഫേസ് സിറം ആണ്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സ്കിൻ കെയർ ആയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മോയ്സ്ചറൈസർ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ലാക്മെയാണ് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് അത്യാവശ്യം എൻ്റെ സ്കിന്നിൽ പിടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമർ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. നമ്മൾ മെബിലിൻ്റെ ഫൗണ്ടേഷനാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ തവണയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കവറേജൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഡസ്കി സ്കിന്നാണ്. അതിന് പറ്റിയ ഷെയ്ഡാണെന്ന് തോന്നുന്നു. 310 ആണ്. വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. പുട്ടിയിട്ട ലുക്കൊന്നും ആരും ഇത് പറഞ്ഞില്ല. പിന്നെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൈ കൊണ്ടായിരുന്നു. എനിക്ക് ബ്രഷ് ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്തതാണ്, എനിക്ക് കിട്ടിയില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഇത്രയും പഫി ആയിട്ടുള്ള ബ്രഷ് ഉണ്ടായിരുന്നില്ല. ഉള്ള ബ്രഷ് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചൊക്കെ ഇടലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പാൻ സ്റ്റിക്കായിരുന്നു. പക്ഷെ അതിൻ്റെ ഷെയ്ഡൊന്നും ആയിരുന്നില്ല. ഞാൻ ഇടുമ്പോഴൊക്കെ അത്യാവശ്യം പുട്ടിയിട്ട ലുക്കായിരുന്നു. അപ്പോൾ ഇത് 310 ആണ് മെബിലിൻ്റെ. അത് കഴിഞ്ഞ് നമ്മളിടുന്നത് കൺസീലറാണ്. കൺസീലർ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ വാം സാൻഡ് ഷെയ്ഡാണിത്. എൻ്റെ കളറിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്കറാണ്. പിന്നെ ഇതാണ് കറക്റ്റ് എന്നൊക്കെ തോന്നുന്നു. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിച്ചത്. മുമ്പ് കടയിൽ പോകുന്നു, കടക്കാരനോട് പറയുന്നു, പുള്ളി എടുത്ത് തരുന്നു, ഇതാണ് എൻ്റെ കളർ ഷെയ്ഡ് എന്ന് കൊണ്ട് വാങ്ങിക്കൊണ്ട് വരുന്നു. ഇപ്പോൾ വീഡിയോസൊക്കെ നോക്കി താരതമ്യപ്പെടുത്തി ഇട്ടൊക്കെ വാങ്ങിക്കുന്നു. അങ്ങനെ അതാണ് രീതി. ഇപ്പോഴത്തെ എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതാണ് ശരി എന്നല്ല. പിന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നു. അതിന് നമ്മൾ പിരികം ഷേപ്പ് ചെയ്യുകയാണ്. ഈ ഒരു കാര്യം ദൂരെയുള്ള കണ്ണാടി നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ അടുത്തിന്ന് കണ്ണാടി വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കണ്ണ് പിടിക്കണില്ലേ. പിന്നെ കണ്ണെഴുതി കൊടുക്കുവാണ്. ഈ പ്രാവശ്യം ഐ പെൻസിലൊന്നും ഞാൻ കടക്കാരനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് തന്ന ഐബ്രോ പെൻസിലാണ്. പിന്നെ വാങ്ങിച്ചും പോയി. വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ വായിച്ചു നോക്കുന്നത്. അവിടെ വെച്ച് ഞാൻ എന്താ പൊട്ടക്കണ്ണിയായിരുന്നു എന്ന് ആലോചിക്കുക, വായിക്കാണ്ട് എടുത്തോണ്ടും പോന്നു. പക്ഷെ കുഴപ്പമില്ല, അതൊരു നല്ല മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. പ്രശ്നമില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ബ്ലഷ് ലിപ്പ് ആൻഡ് ചിക്ക് ടിൻ്റുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ച് പിന്നെ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കൂടിപ്പോയി എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. പൗഡർ ആകുമ്പോൾ എപ്പോഴും കൂടിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ടാൽ മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ട ഭാഗത്ത് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ അതേ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബ്രഷ് കിട്ടിയാൽ പിന്നെ നമുക്ക് ബ്ലഷിനും അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡർ ഇടാനും എല്ലാത്തിനും ഇത് മതി. നല്ല ബ്രഷാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ്റെയൊക്കെ. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുമാതിരി പരപരാന്നുള്ള ലുക്ക് മാറി ഒരു ചെറിയ ഗ്ലോ കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് അത്ര പോരാ എന്ന് തോന്നി ടിൻ്റ് തന്നെയാണ് ഇട്ട് കൊടുത്തായിരുന്നു ലിപ്പിലും. അപ്പം അത് മാത്രം പോരാന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്നപ്പോൾ ഈ കളറായി. പിന്നെ മുടി ഒന്ന് കെട്ടലാണ്. ഇപ്പം നമ്മുടെ മുടിയുടെ ആ ഒരു സ്ട്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് മുടി കെട്ടൽ ഇച്ചിരി എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് സ്ട്രൈറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല.
ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ ഇപ്പോഴും. മിക്കവാറും ഓണത്തിൻ്റെ സമയമാകുമ്പോൾ ചെയ്യലാണ്. കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു. ഈ പ്രാവശ്യം ഓണത്തിൻ്റെ സമയമാകുമ്പോൾ ചെയ്യണം അതോ ചെയ്യണ്ടേ എന്നുള്ള ആലോചനയില്ല. ഞാൻ ഡെപ്പയും പൊക്കിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഇതിനകത്ത് നമ്മുടെ എന്തിനായിരുന്നു ചിങ്ങം 1 വെച്ച മുല്ലപ്പൂ ഞാനെടുത്ത് ഇതിനകത്താക്കി വെച്ചായിരുന്നു. ആ അമ്പലത്തിൽ പോയ ആ ഒരു 10 മിനിറ്റ് മാത്രമാണ് ഈ മുല്ലപ്പൂ വെച്ചത്. അത് കഴിഞ്ഞ് ഊരിക്കൊണ്ടുവന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചതാണ് കേട്ടോ. പിറ്റേ ദിവസം വരെ വീഡിയോ ചെയ്യാം, അപ്പോൾ ഇടാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ വീഡിയോയും ചെയ്തില്ല, പുറത്തും പോയില്ല, ഒന്നുമില്ല. ഇപ്പം 4-5 ദിവസം ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എടുത്തപ്പോൾ ഈ പരിവായി. ഞാൻ മണത്ത് നോക്കിയപ്പോൾ ഒരുമാതിരി കൂറ നാറ്റം. പിന്നെ അത് വീഡിയോയിൽ വരില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അതെടുത്തിട്ടു. അങ്ങനെ നിന്നപ്പോൾ ഒരു മാല എടുത്തിട്ട്, ഈ ഒരു മാല മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ അടുത്ത്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു മാലയായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഉള്ളതൊക്കെ എടുത്ത് ഇട്ടു. ഒരു കമ്മൽ ജിമിക്കൊക്കെ ഇട്ടു. അങ്ങനെ നിന്നപ്പോൾ കറണ്ട് പോയി. പിന്നെ പാൻറ് ഒരു പഴയ പെൻസിൽ പാൻറ് ഉണ്ട്. പഴയതല്ല, കഴിഞ്ഞിടക്ക് വാങ്ങിച്ച് പെൻസിൽ പാൻറ് ഇവിടെ ഉണ്ടായിരുന്നു, അതുമായിട്ട് എടുത്തിട്ടതാണ്. നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. താഴെ കറണ്ടില്ല. പിന്നെ ഒരു ഓപ്പൺ സ്പേസിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അധികം ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തയ്ക്കാൻ പറ്റിയിട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ഷോളായിരുന്നു ഇത്, ഉള്ള പാൻറ്റായിരുന്നു. പിന്നെ ലൈനിങ് മാത്രമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലോ ബഡ്ജറ്റിൽ ഒരു ഓണം ലുക്ക്. ഇത് ഇൻഡോറിൽ റിംഗ് ലൈറ്റിൻ്റെ മുന്നിൽ